മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 197 പ്രകാരം ഒരു വാഹന ഉടമയുടെ ഓതറൈസേഷൻ ലെറ്റർ ഇല്ലാതെ മറ്റൊരാൾ വാഹനം ഓടിക്കുന്നത് കുറ്റകരമാണ്. കേസായാൽ 5000 രൂപ പിഴ നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉടനീളം പ്രചരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്. ഇത് സത്യമാണോ? അപ്പോൾ ഒരു വീട്ടിൽ 5 പേരുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 5 വണ്ടികൾ നമ്മൾ മേടിക്കേണ്ടി വരുമോ? മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 197 എന്താണ് പറയുന്നത്? ഒരാളുടെ വാഹനം അയാളുടെ അനുവാദമില്ലാതെ എടുക്കുന്നത് കുറ്റകരമാണ്. അതായത് മോഷണമോ അല്ലെങ്കിൽ ഉടമ അറിയാതെ വാഹനം ഓടിച്ചു കൊണ്ടുപോകുകയോ തടയാനാണ് ഈ നിയമം. എന്നാൽ ഒരു സുഹൃത്തോ ബന്ധുവോ അവരുടെ സമ്മതത്തോടെ നിങ്ങൾക്ക് വാഹനം നൽകിയാൽ അത് നിയമവിരുദ്ധമല്ല. അവിടെ സെക്ഷൻ 197 ബാധകമില്ല. പിന്നെ ഡ്രൈവർ ഓതറൈസേഷൻ ലെറ്റർ നിർബന്ധമാണ്. സാധാരണഗതിയിൽ കേരളത്തിലോ ഇന്ത്യയിലോ സ്വന്തം സുഹൃത്തിൻ്റെയോ ബന്ധുവിൻ്റെയോ വാഹനം ഓടിക്കാൻ ഇത്തരം ഒരു രേഖ നിയമപരമായി നിർബന്ധമില്ല. സാധാരണ പരിശോധനകളിൽ പോലീസ് ചോദിക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസ്, വാഹനത്തിൻ്റെ RC, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇതൊക്കെയാണ്. എപ്പോഴാണ് ഓതറൈസേഷൻ ലെറ്റർ ആവശ്യമായി വരുന്നത്? ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇത്തരം ഒരു സമ്മതപത്രം കൈവശം വയ്ക്കുന്നത് നല്ലതാണ്. കാരണം കൊമേഴ്ഷ്യൽ വെഹിക്കിൾ അല്ലെങ്കിൽ ടാക്സി, ഗുഡ്സ് അങ്ങനെയുള്ള വാഹനങ്ങൾ ഉടമയല്ല ഓടിക്കുന്നതെങ്കിൽ ഡ്രൈവർക്ക് കൃത്യമായ രേഖകൾ വേണം. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഡ്രൈവ് ചെയ്തു പോകുമ്പോൾ, പ്രത്യേകിച്ച് വാടകയ്ക്കെടുത്ത വണ്ടിയാണെങ്കിൽ ഉടമയുടെ ഓതറൈസേഷൻ ലെറ്റർ ചോദിക്കാൻ സാധ്യതയുണ്ട്. കമ്പനി വാഹനങ്ങൾ, ഒരു സ്ഥാപനത്തിൻ്റെ പേരിലുള്ള വാഹനം ജീവനക്കാർ ഉപയോഗിക്കുമ്പോൾ ഓതറൈസേഷൻ ലെറ്റർ ആവശ്യമാണ്. ചുരുക്കത്തിൽ, നിങ്ങളുടെ സുഹൃത്തിൻ്റെ കാർ വാങ്ങി ടൗണിൽ പോവുകയാണെങ്കിൽ ഈ കത്ത് എഴുതി വാങ്ങാത്തതിൻ്റെ പേരിൽ പോലീസ് ഒരിക്കലും പിഴ ഈടാക്കില്ല. മുകളിൽ പറഞ്ഞ സന്ദേശത്തിൽ പറയുന്നത് പോലെ 5000 രൂപ പിഴ വരുന്നത് അനുവാദമില്ലാതെ വണ്ടി മോഷ്ടിച്ചാലോ എടുത്തുകൊണ്ടുപോയാലോ മാത്രമാണ്. അപ്പോൾ ഇതുപോലുള്ള ഫേക്ക് ന്യൂസുകൾ നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുക. അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഷെയർ ചെയ്യുക.